സാറേ, മലപ്പുറത്ത് നിന്നും ആരോഗ്യ കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ 10 പേർക്കാണ് ഈ HIV പടർന്നു പിടിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെ നോക്കിക്കാണാൻ? ലഹരിയുടെ ഓരോരോ വികൃതികളാണിത്, ദൈവത്തിൻ്റെ വികൃതികൾ പോലെ. 10 പേർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് 10 പേർക്ക് HIV ഉള്ളൂ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല. എന്താണെന്നറിയാം, ശരീരത്തിലെ ഏതൊരു ഫ്ലൂയിഡിൽ കൂടി അത് പരക്കാം. ഇവിടെ ഇപ്പോൾ 10 പേര് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചു. അപ്പോഴാണ് പരിശോധന നടത്തി സംശയം തോന്നിയിട്ട്. സിറിഞ്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വന്നത് ഈ HIV ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടപ്പോഴാണ്. ഈ സിറിഞ്ചിൽ കൂടി പകരാം. എന്തുകൊണ്ട്? സിറിഞ്ചിൽ കുത്തിവെച്ച ഒരു സൂചി വളരെ സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ അഗ്രത്ത് കൂടി ആയിരക്കണക്കിന് HIV വൈറസുകൾ മറ്റൊരു ശരീരത്തിലേക്ക് കടക്കും. കാരണം ശരീരത്തിനുള്ളിലെ ഫ്ലൂയിഡുകളിൽ കൂടിയാണ്. രക്തമാവട്ടെ, അതുപോലെ നമ്മുടെ വേറെ ഏതെങ്കിലും ശരീരദ്രാവകങ്ങളാകട്ടെ, ശുക്ലമായിക്കോട്ടെ അല്ലെങ്കിൽ ഉമിനീരായിക്കോട്ടെ, ഇതിൽ കൂടിയല്ല ഇത് പകരാം. അതാണ് ഇതിൻ്റെ ഒരു ദോഷം. ഈ ലഹരി കുത്തിവെച്ച ആൾക്കാർ പലപ്പോഴും ഇതിൽ കൂടുതൽ പേരും ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിന് വേണ്ടിയാണ് ഇത് കുത്തിവെക്കുന്നത്. ഒരുതരം അഡിക്ഷനിലേക്ക് അവരെ നയിക്കുന്നത് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം കൂടിയാണ്. കാരണം ഇത് നമ്മുടെ ശരീരത്തേക്ക് കടക്കുമ്പോൾ ഡോപ്പമൈൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹോർമോൺ, അതിൽ നിന്ന് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന നമ്മുടെ ഭ്രൂമധ്യത്തിൽ ജനിക്കപ്പെടുന്ന ഒന്നാണത്, സ്രവിക്കപ്പെടുന്ന ഒന്നാണ്. അത് മറ്റൊരാളിലേക്ക് സൂചി കുത്തിവയ്ക്കുമ്പോൾ അത് കൂടി ഇതിൻ്റെ ലക്ഷക്കണക്കിന് അണുക്കൾ കടക്കുന്നത്. ആളിനെ അതിന് വിധേയനാക്കും. യാതൊരു പ്രതിരോധവും ഉണ്ടാകുകയില്ല. എന്ന് മാത്രമല്ല, ഭാവിയിൽ ഒരു രോഗത്തിൻ്റെയും പ്രതിരോധം ഇദ്ദേഹത്തിനുണ്ടാകത്തില്ല. ഒരു നിസ്സാരമായൊരു പനി വന്നാൽ മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ഉണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ചെങ്ങന്നൂരിൽ ഇതിന് വിധേയനാണ്, രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ മനോരമ അതിനെ അപലപിച്ചു, കളിയാക്കിയും പരിഹസിച്ചു. ഇങ്ങനെ കേരളത്തിൽ എയ്ഡ്സോ എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുത സംഭവമായിരുന്നു അന്ന്. എയ്ഡ്സ് വലിയ വാർത്തയുമായിരുന്നു. അങ്ങനെ വലിയൊരു വാർത്ത മാതൃഭൂമിക്ക് കിട്ടിയില്ലായിരുന്നു മനോരമയുടെ പ്രതിഷേധം തങ്ങൾക്ക് കിട്ടാതെ. ഞങ്ങളുടെ ബെൽറ്റായ ചെങ്ങന്നൂരിലും തിരുവല്ലയിലും ഈ വാർത്ത മാതൃഭൂമി എങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഒരു ദേഷ്യമായിരുന്നു അന്ന് വന്നത്. ഇന്നിപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്ന കേരളത്തിൽ വാർത്തയല്ലാതെ അതിനപ്പുറമുള്ള വാർത്തകളിലേക്ക് പോയി. എങ്കിലും സുരക്ഷിതത്വം എങ്ങനെ നേടാമെന്നുള്ളതിനെക്കുറിച്ച് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, നമ്മുടെ സമൂഹവും ഡോക്ടർമാരുമെല്ലാം, നമ്മുടെ ആശാവർക്കർമാരും അല്ല, ഇതിൽ ഏറ്റവും പ്രധാനം ആശാവർക്കർമാരുമെല്ലാം ജനങ്ങൾക്ക് വേണ്ട അവബോധം നൽകി. ആശാവർക്കർമാരും വലിയ സേവനം ചെയ്തവരാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു സിറിഞ്ച് വീണ്ടും ഉപയോഗിക്കരുത്, ബാർബർ ഷോപ്പിൽ പോയാൽ ഒരു ബ്ലേഡ് വീണ്ടും ഉപയോഗിക്കരുത് എന്നുള്ള ബോധമുണ്ട്. ഏറ്റവും പാവപ്പെട്ട ബാർബർ ഷോപ്പിൽ പോലും ഇന്ന് ഒരു ബ്ലേഡ് മുറിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് ഉപേക്ഷിക്കുക നമ്മുടെ കൺമുമ്പിൽ വെച്ച്. ആ അവബോധം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ആ അവബോധം പോലുമില്ലാതെ, ബോധം പോലുമില്ലാതെ മയക്കുമരുന്നിന് അടിമയായിട്ട് അതിൻ്റെ ലഹരിയിൽ കൂട്ടുകാരൻ്റെ സിറിഞ്ചെടുത്ത് വെച്ച് സ്വയം കുത്തിവെച്ച് തങ്ങളുടെ ഞരമ്പുകളിലേക്ക്, രക്തസിരകളിലേക്ക് കുത്തിവയ്ക്കുന്ന ആ ബോധമില്ലാത്ത അവസ്ഥയുണ്ടല്ലോ, ആ ബോധമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ യുവജന സമൂഹത്തിൻ്റെ ഒരു ഭാഗം. 10 പേരിലൂടെ എത്ര പേർക്ക് പടർന്നിരിക്കുമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ 10 പേര് ആരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല. ലൈംഗിക ബന്ധം തന്നെ വേണമെന്നില്ല, ഒരു ചുംബനം മതി, ഉമിനീരിലൂടെ അത് പകരാം. രക്തം തമ്മിൽ എവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ടോ അതെല്ലാം. അതാണ് കോണ്ടോംസ് ഉപയോഗിക്കാതെ എവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമായ ലൈംഗിക ബന്ധമെന്ന് പറഞ്ഞാൽ എപ്പോഴും പരസ്യം കൊടുക്കാറുണ്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. സുരക്ഷിത ലൈംഗിക ബന്ധം പരസ്യങ്ങൾ ധാരാളം കൊടുക്കാറുണ്ട്. എന്നാലും ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പങ്കാളിക്ക് കൂടി ഇത് വന്നിരിക്കും. ആ പങ്കാളിയിൽ നിന്ന് വേറെ ആരൊക്കെ പങ്കാളികളായോ അവരിലേക്കെല്ലാം പടർന്നിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാവരെയും പോയി പരിശോധിക്കാൻ കഴിയുമെന്ന്, ഇതിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പോകാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഒരു സമൂഹം, ഒരൊറ്റ ആളിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എയ്ഡ്സിൻ്റെ കാര്യത്തിൽ. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ലക്ഷണങ്ങളൊന്നും പുറമേ കാണുകയില്ല. ഇപ്പോൾ ഗുണേറിയ പോലെ, ഉഷ്ണപ്പുണ്ണ് പോലുള്ള രോഗങ്ങളിലൊക്കെ അതിന് പ്രത്യേകമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണും, വേദന കാണും. ഇതൊന്നുമില്ല. ഇതും വെച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. രോഗി വന്ന് നിസ്സാരമായൊരു പനി വന്ന് അത് കൂടിയിട്ട് മരിച്ചു കഴിയുമ്പോഴാണ് ഇയാൾക്ക് ഇതായിരുന്നു എന്ന് പക്ഷേ നമ്മൾ ഊഹിക്കാൻ പറ്റുക. അതാണ് ഇതിൻ്റെ അപകടം, പതിയിരിക്കുന്ന അപകടമാണ്. മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലാണ്. ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ ഈ ബോധങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തെ ആ സുഖത്തിന് വേണ്ടി ഇതങ്ങ് കുത്തിവെക്കുക. അതാണ് ഈ ലഹരിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. അഡിക്ഷനിലേക്ക് നയിക്കുക. ഇത് കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടി നെട്ടോട്ടം. പണം കിട്ടിയില്ലെങ്കിൽ ആ സോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അവരെ തന്നെ കൊല്ലുക.
അതിനൊന്നും ഒരു മടിയില്ലാത്ത മൃഗങ്ങൾക്കും അപ്പുറത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു വല്ലാത്ത ഇടപാടാണ് ഈ മയക്കുമരുന്ന്. ഇതിൻ്റെ രൂക്ഷത കേരളത്തിൽ കൂടി വരികയായിരുന്നു. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം, ബഹുമാനപ്പെട്ട അംഗങ്ങളും അവരെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളുമെല്ലാം അല്പം വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളെക്കുറിച്ചും നമ്മുടെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ വരാൻ പോകുന്ന തലമുറയെക്കുറിച്ചോ അല്ല ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം സമയം പാഴാക്കിക്കൊണ്ടിരുന്നു. ഫലപ്രദമായിട്ട് ഈ രംഗത്ത് ഉപയോഗിക്കാവുന്ന ഒരു വിഭാഗമായിരുന്നു ആശാ വർക്കർമാർ. അവരെ എങ്ങനെ ദുരന്ത കയത്തിലേക്ക് താഴ്ത്താമോ അതിലാണിപ്പോൾ ഭരണവർഗം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ മുതലെടുക്കാമോ എന്നുള്ളതിലാണ് പ്രതിപക്ഷവും ഇതര പാർട്ടികളും ചില സന്നദ്ധ സംഘടനകളുമൊക്കെ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ഈ കുറച്ചു കാലങ്ങളായി ആരോഗ്യ മേഖലയിൽ നമ്മുടെ കേരളം പിന്നോട്ട് പോകുന്നതായി ഒരു തോന്നലുണ്ടോ? അതല്ല ശരിയാണോ? ആരോഗ്യമേഖലയിൽ കേരളം പിന്നോട്ട് പോവുകയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മുന്നോക്കാവസ്ഥ എങ്ങനെ വന്നതാണ്? ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ള ഒരു വീമ്പിളക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയല്ല. രാജഭരണം കാലം മുതൽ തന്നെ ഈ ആരോഗ്യരംഗത്ത് പ്രത്യേകമായ രക്ഷ കേരളത്തിലുണ്ടായിരുന്നു. മറ്റ് രാജഭരണ കാലങ്ങളിലെ പോലെ അല്ല കേരളത്തിൽ എല്ലാവരെയും ശ്രദ്ധിച്ചിരിക്കുന്ന. ഇവിടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങ് മലകളിൽ താമസിക്കുന്ന കാണികളെപ്പോലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ അവരെ പ്രവേശിപ്പിച്ചുകൊണ്ടും ഒക്കെയുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഞാനൊരു രാജഭക്തനൊന്നുമല്ല, പക്ഷേ അങ്ങനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു വിവേചനമെന്ന് പറയുന്ന ആ രീതിയിലുണ്ടായിരുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതായത് പിന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെയുള്ള ദോഷങ്ങളുണ്ടായിരുന്നു. അത് സമൂഹത്തിൻ്റെ ഒരു നിയമം, അക്കാലത്തെ നിയമം എന്നുള്ള നിലയിൽ അനാചാരം അങ്ങനെ തന്നെ തുടർന്നു. അതില്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയെ പോലുള്ള മഹാപുരുഷന്മാരും ഒക്കെ വേണ്ടി വന്നു എന്നുള്ളൊരു സത്യവുമാണ്. അത് പക്ഷേ മാറ്റുകയും ക്ഷേത്ര വിളംബരം എന്ന് പറയുന്ന അന്നത്തെ ഇപ്പോഴത്തെ അല്ല, ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ഒരു വിളംബരം തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലെ ഈ ആശുപത്രികളൊക്കെ കൊണ്ടുവരുന്നതിന് തുടക്കം കുറിച്ചത്, നല്ല ചികിത്സ എന്നുള്ളതിന് തുടക്കം കുറിച്ചത് രാജാക്കന്മാരാണ്. പിന്നെ അത് ഏറ്റവും ഉയരത്തിലെത്തിച്ചത് ഐക്യമുന്നണി മന്ത്രിസഭയുടെ കാലത്ത് നമ്മുടെ സി അച്യുതമേനോനാണ്. ദൂരവ്യാപകമായ കാഴ്ചപ്പാടോടുകൂടി ശ്രീ ചിത്തര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് മറ്റ് ഗവൺമെൻറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശം അതങ്ങ് എറണാകുളം വരെ വ്യാപിച്ചിരുന്നു, സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കിക്കൊണ്ട്. ആ തരത്തിലുള്ള ആരോഗ്യ പരിപാലന വ്യവസ്ഥ അവിടങ്ങളിൽ നിലനിരുന്നത്. മലബാറിൻ്റെ കാര്യത്തിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അന്ന് അതൊക്കെ നിലനിർത്തുന്നത്. കാരണം ഈ രാജാക്കന്മാർ കുറച്ച് ജനകീയന്മാരായിരുന്നു. അവർ ജനങ്ങളുടെ ക്ഷേമത്തിൽ വളരെയധികം ജനക്ഷേമ തൽപരരായിട്ടാണ് പ്രവർത്തിച്ചത്. അവർക്ക് രാഷ്ട്രീയമില്ല, അങ്ങനൊരു ലാഭമുണ്ട് അവർക്ക്. ജനക്ഷേമം എന്നുള്ളത് അവരെ ഒരു സാധനയായിട്ട് കൊണ്ട് നടന്നിരുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ സി അച്യുതമേനോൻ ജനക്ഷേമം എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് തൻ്റെ പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയല്ല, ജനങ്ങളുടെ നാളേക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഡോക്ടർ പയ്യയൊക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും കേരളത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ആ വൈദ്യശാസ്ത്ര ലോക വിദഗ്ധരുടെ തീരുമാനങ്ങളൊക്കെ തന്നെ നടപ്പാക്കുകയും ചെയ്തു. അദ്ദേഹം വലിയൊരു ചുവടുവെപ്പായിരുന്നു. പിന്നെ ഡോക്ടർ KG അടിയോടി അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ ഇതിനെ വളരെ വളരെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ ഇപ്പോൾ അത് ഒരു തരം തിരിച്ചടിയുടെ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു തിരിച്ചുപോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയവും ജനിപ്പിക്കുന്നുണ്ട്. ആശാവർക്കർമാരെ ഇങ്ങനെ തെരുവിലിരിക്കേണ്ടി വരുന്നത് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. അവരെ ഏറ്റവും ഉയരത്തിലെത്തിക്കാമോ, സംതൃപ്തരാക്കാമോ, അത് ചെയ്യേണ്ടതിന് പകരം അതൃപ്തരാക്കുന്ന ഒരു സാമൂഹിക രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു സാമൂഹിക പതനമാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.